ദി ഗ്രേറ്റ് ഫാദറിന് ശേഷം കരുതലോടെയാണ് മമ്മൂട്ടി സിനിമകളെ സമീപിക്കുന്നത്. കളക്ഷൻ റെക്കോർഡുകളിൽ ഇടം നേടാതിരുന്ന മമ്മൂട്ടി 50-70 കോടി ക്ലബ്ബുകളിൽ മോഹൻലാലിന് പിന്നാലെ ഇടം പിടിച്ച് അവിടെയും തന്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്ന ചിത്രങ്ങളെല്ലാം. 2 ഭാഷകളിൽ ഒരേ സമയം റിലീസിന് തയ്യാറെടുക്കുകയാണ് മമ്മൂട്ടിയുടെ പുതിയ ചിത്രം സ്ട്രീറ്റ് ലൈറ്റ്. മലയാളം, തമിഴ് ഭാഷകളിലാണ് ചിത്രം റിലീസിന് ഒരുങ്ങുന്നത്. തമിഴിലും മമ്മൂട്ടിക്ക് ആരാധകരുണ്ട് എങ്കിലും തമിഴിലും മലയാളത്തിലും ഒരേ സമയം ഒരു മമ്മൂട്ടി ചിത്രം റിലീസിനെത്തുന്നത് ഏറെക്കാലത്തിന് ശേഷമാണ്. സ്ട്രീറ്റ് ലൈറ്റിന്റെ തമിഴ് പതിപ്പിന്റെ ഡബ്ബിംഗ് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി ചെന്നൈയിൽ പൂർത്തിയാക്കി. ക്യാമറാമാൻ ശ്യാംദത്ത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സ്ട്രീറ്റ് ലൈറ്റ്. മഹേഷിന്റെ പ്രതികാരത്തിലൂടെ ശ്രദ്ധേയായ ലിജി മോൾ ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഒരു മമ്മൂട്ടി ചിത്രം തമിഴിലും മലയാളത്തിലുമായി അവസാനമായി തിയേറ്ററിലെത്തിയത് 2010-ലായിരുന്നു. തമിഴ് സംവിധായകനായ ടി അരവിന്ദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ തമിഴ് ആക്ഷൻ കിങ് അർജുനും സ്നേഹയും മമ്മൂട്ടിക്കൊപ്പം പ്രധാന വേഷങ്ങളിലെത്തി. ഒരു ഇന്റർപോൾ ഓഫീസറുടെ വേഷമായിരുന്നു മമ്മൂട്ടിക്ക്. മമ്മൂട്ടിയെ നായകനാക്കി അനൂപ് കണ്ണൻ സംവിധാനം ചെയ്ത ജവാൻ ഓഫ് വെള്ളിമല എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടായിരുന്നു മമ്മൂട്ടിയുടെ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയായ പ്ലേ ഹൗസിന്റെ വരവ്. പിന്നീട് ചിത്രങ്ങളൊന്നും നിർമ്മിക്കാതിരുന്ന പ്ലേ ഹൗസ് 5 വർഷത്തിന് ശേഷം മടങ്ങിയെത്തുന്ന ചിത്രമാണിത്. രഞ്ജി പണിക്കരുടെ മകൻ നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത കസബയ്ക്ക് ശേഷം മമ്മൂട്ടി പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രമാണ് സ്ട്രീറ്റ് ലൈറ്റ്. ഒരു ക്രൈം ത്രില്ലർ ഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന ചിത്രമാണിത്. ആരാധകർക്ക് ആവേശത്തിന് വക നൽകുന്നത് തന്നെയാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം. സ്ട്രീറ്റ് ലൈറ്റിൽ മമ്മൂട്ടിക്കൊപ്പം പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടനും തിരക്കഥാകൃത്തുമായ വിഷ്ണു ഉണ്ണികൃഷ്ണനായിരുന്നു. ചിത്രീകരണത്തിനിടെ വീണ് കൈക്ക് പരിക്കേറ്റ വിഷ്ണു ഉണ്ണികൃഷ്ണനെ ചിത്രത്തിൽ നിന്നും മാറ്റി. വിഷ്ണുവിന് റെസ്റ്റ് എടുക്കേണ്ടതിനാൽ പകരക്കാരനായി എത്തിയത് ധർമ്മജൻ ബോൾഗാട്ടിയാണ്. പെരുന്നാൾ ചിത്രമായി സ്ട്രീറ്റ് ലൈറ്റ് പ്രദർശനത്തിന് എത്തുമെന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടുകൾ. എന്നാൽ ചിത്രം പെരുന്നാളിനോ ഓണത്തിനോ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. പെരുന്നാളിന് മമ്മൂട്ടി ചിത്രങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.